സിനിമാ മേഖലയിൽ ഒട്ടനവധി വിവാദങ്ങളും വിശേഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി നടി അനസൂയ സെൻഗുപ്ത. ഷെയിംലെസ് എന്ന ചിത്രത്തിലെ പ്രകടനമാണ് താരത്തെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ബൾഗേറിയൻ സംവിധായകനായ കോൺസ്റ്റാന്റിൻ ബോൺജനോവാണ് ചിത്രം സംവിധാനം ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിച്ച് ഡൽഹിയിലെ വേശ്യാലയത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ലൈംഗിക തൊഴിലാളിയുടെ കഥാപാത്രമായാണ് അനസൂയ എത്തിയത്. ലോകമെമ്പാടും പോരാട്ടം നടത്തുന്ന ക്വീർ കമ്മ്യൂണിറ്റിക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്ന മറ്റ് വിഭാഗങ്ങൾക്കും തന്റെ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നാണ് താരം പറഞ്ഞത്. കാൻ ചലച്ചിത്രമേളയിൽ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനും നടനുമായ സന്തോഷ് ശിവന് ആദരം. ഛായാഗ്രഹണ മികവിനുള്ള പിയർ ആൻജിനോ പുരസ്കാരം നൽകിയാണ് സന്തോഷ് ശിവനെ ആദരിച്ചത്. ഈ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ. 2013 മുതലാണ് മികച്ച ഛായാഗ്രഹണത്തിന് പിയർ ആൻജിനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി പുരസ്കാരം കാനിൽ നൽകി തുടങ്ങിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഫിലിപ്പ് റൂസ്ലോട്ട്, വിൽമോർ സിഗ്മണ്ട്, റോജർ ഡീക്കിൻസ്, പീറ്റർ സുഷിസ്കി, ക്രിസ്റ്റഫർ ഡോയൽ തുടങ്ങിയ നിരവധി അതുല്യ പ്രതിഭകളാണ് പിയർ ആൻജിനോ പുരസ്കാരത്തിന് അർഹരായത്. പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് സന്തോഷ് ശിവന്റേത്. മലയാളവും തമിഴും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അദ്ദേഹം 12 ദേശീയ പുരസ്കാരങ്ങളും 4 കേരള സംസ്ഥാന പുരസ്കാരങ്ങളും 3 തമിഴ്നാട് സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2014 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുമുണ്ട്. അനന്തഭദ്രം, ഉറുമി, ജാക്ക് ആൻഡ് ജിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ സംവിധായകനായും പ്രവർത്തിച്ചു. മോഹൻലാൽ നായകനായ റാം പ്രതീക്ഷയേറെയുള്ള ചിത്രമാണ് ആരാധകർക്ക്. സംവിധായകൻ ജിത്തു ജോസഫ് ആണ് എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണത്തിൽ ഒന്നായി കണക്കാക്കുന്നത്. റാമിന്റെ ചിത്രീകരണം ഏറെ നീണ്ടുപോയിരുന്നു. എന്നാൽ മോഹൻലാലിന്റെ റാം 2024 തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ അപ്ഡേറ്റ്. ജിത്തു ജോസഫ് റാം 2 ഭാഗങ്ങളായിട്ടാണ് ഒരുക്കുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ചിത്രത്തിന്റേതായി പ്രചരിച്ചിരുന്നു. മോഹൻലാൽ നായകനാകുന്ന റാമിന്റെ ആദ്യ ഭാഗം 2024 ക്രിസ്മസ് റിലീസായി എത്തിക്കാനാണ് ആലോചനയെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് രമേശ് പിള്ള വ്യക്തമാക്കിയിരുന്നു. ജിത്തു ജോസഫിന്റെയും മോഹൻലാലിന്റെയും ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ് നിർവഹിക്കുന്നത്. മോഹൻലാലിന്റെ റാം എന്ന ചിത്രത്തിന്റെ സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നത് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 1997 കജോളും പ്രഭുദേവയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മിൻസാര കനവ്. ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു ഈ ചിത്രം. ഇപ്പോൾ മിൻസാര കനവ് പുറത്തിറങ്ങി 27 വർഷങ്ങൾക്ക് ശേഷം കജോളും പ്രഭുദേവയും വീണ്ടും സ്ക്രീനിൽ ഒരുമിക്കാൻ പോവുകയാണ്. ബിഗ് ബഡ്ജറ്റ് ചിത്രവുമായിട്ടാണ് താരങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. നസ്രുദ്ദീൻ ഷാ, സംയുക്ത മേനോൻ, ജിഷു സെൻഗുപ്ത, ആദിത്യ സീൽ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരക്കുന്നത്. ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. നിലവിൽ ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. തെലുങ്ക് ഫിലിം മേക്കറായ ചരൺ തേജ് ഉപ്ലപതിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചരണിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം കൂടിയായിരിക്കും ഇത്. ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നാണ് വിവരം. സമീപകാല മലയാള സിനിമകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരയിൽ. ആവേശം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകൾക്കെതിരെയാണ് ബിഷപ്പ് വിമർശനം ഉന്നയിച്ചത്. കൂടാതെ ഇലുമിനാറ്റി ഗാനം മതത്തിനെതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. സഭ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒട്ടനവധി ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ TS സുരേഷ് ബാബു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമാ രംഗത്തേക്ക് എത്തുന്നു. DNA എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ലക്ഷ്മി റായ്, അഷ്കർ സൗധാൻ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ മൂഡിലാണ് ചിത്രം എത്തുക. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൾ നാസറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജൂൺ 14 ചിത്രം കേരളത്തിനകത്തും പുറത്തും റിലീസ് ചെയ്യും. AK സന്തോഷിന്റേതാണ് തിരക്കഥ.